ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമുക്കിന്ന് ക്രൈസാന്തിമിയം ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഫ്ലവർ ചെയ്യാനായി സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചെടുക്കുക. അതിനുശേഷം ഈ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കുത്തിയെടുക്കുക. അതേ പോയിന്റിൽ താഴേക്ക് കുത്തി താഴ്ത്തുക. അതിനുശേഷം മുകളിലത്തെ ലൈനിൽ കൂടി മുകളിലേക്ക് പൊക്കിയെടുക്കുക. സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം 6 ഇഴയായിട്ടാണ് കിടക്കുക. ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ നൂലിൻ്റെയും നീളം കുറഞ്ഞും കൂടിയിരിക്കും. അപ്പോൾ പൂ കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇതുപോലെ ചെയ്യുക. ഫസ്റ്റ് ലൈന് ഇതുപോലെ ഫില്ല് ചെയ്യുക. സെക്കൻഡ് ലൈൻ നമ്മൾ ഇങ്ങനെയാണ് ഇതുപോലെ താഴേന്ന് എടുക്കും. ഇതിൻ്റെ അടുത്തുനിന്ന് തന്നെ ഇതുപോലെയാണ് സെക്കൻഡ് ലൈൻ ചെയ്യുക. സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ നൂലാണ്, വേഗം കുടുങ്ങിപ്പോകും. നൂല് കുത്തി മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ആ സൂചി അവിടെ തന്നെ കുത്തി താഴ്ത്തുക. അതിനുശേഷം കുറച്ച് മുകളിൽ ഇതുപോലെ കുത്തി എടുക്കുക. നൂല് സൂചിയുടെ പുറകിൽ കൂടി ഇട്ടിട്ട് വലിക്കുക. അതിനുശേഷം വീണ്ടും സൂചി അതേ പോയിന്റിൽ കുത്തി താഴേക്ക് ഇറക്കുക. രണ്ട് ലൈൻ നമ്മൾ പൂർത്തിയാക്കി. ഇനി ഇതിൻ്റെ താഴെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗോൾഡൻ നൂലാണ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ സൂചി അടിയിൽ നിന്ന് കുത്തി മുകളിലേക്ക് എടുത്തു. വീണ്ടും അതേ പോയിന്റിൽ കുത്തി താഴ്ത്തി മുകളിലേക്ക് പൊക്കിയെടുക്കുക. നമ്മൾ ഈ ലൈൻ പൂർത്തിയാക്കി. ഇനി ഇങ്ങനെ റൗണ്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ പൂവിൻ്റെ ചുറ്റും ഇതുപോലെ തുന്നുക. നമ്മൾ തുന്നി പഠിക്കുന്ന സമയത്ത് സാധാരണ ആങ്കർ ത്രെഡ് കിട്ടുമെങ്കിൽ അതിൽ ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ മെഷീൻ്റെ നൂലിൽ തുന്നുന്നതായിരിക്കും നല്ലത്. സിൽക്ക് ത്രെഡ് വളരെ കട്ടി കുറവാണ്. അതുപോലെ തന്നെ വേഗം അത് കെട്ട് വീണുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. ഇതിൻ്റെ പൂവിൻ്റെ ഇടയ്ക്കുള്ള പ്ലെയിൻ ഭാഗം കൂടി ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇടയിലുള്ള ഈ ഭാഗങ്ങൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഫ്ലവർ തയ്ച്ച് പഠിക്കുമ്പോൾ നമ്മുടെ സാധാരണ നൂല് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക.
ഇതുപോലെയുള്ള നൂല് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് എനിക്ക് ഒരുപാട് സമയമെടുത്തു. നൂല് കെട്ട് വീണ് പൊട്ടി പോകുമായിരുന്നു. നമ്മുടെ സെറ്റ് സാരിയിലും അതുപോലെ സെറ്റിൻ്റെ ചുരിദാറിലൊക്കെയാണ് ഈ ഡിസൈൻ നമ്മൾ കൊടുക്കുന്നത്. കാണാൻ വളരെ മനോഹരമാണ്, ഷൈനിങ് ഉണ്ട്. പക്ഷേ ചെയ്ത് പഠിക്കുന്നവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം അരമണിക്കൂർ എടുത്ത് ഈ ഫ്ലവർ സിൽക്ക് ത്രെഡിൽ ചെയ്യുമ്പോൾ, അപ്പോൾ സാധാരണ നൂലിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ത്രെഡ് വാങ്ങാൻ കിട്ടും. ആങ്കർ ത്രെഡ്, ഡോളി, അതൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ. ഇതിൻ്റെ പേര് രംഗോളി എന്നാണ്. ഇതുപോലത്തെ നൂല് വാങ്ങുവാണെങ്കിൽ നമുക്ക് ഈ 6 ഇഴയിട്ട്, സാധാരണ നൂല് നമ്മൾ 6 ഇഴയിട്ട് എടുക്കണം. ആ സമയത്ത് ഈ ത്രെഡാണെങ്കിൽ, ആങ്കർ ത്രെഡാണെങ്കിൽ ഇതിൽ തന്നെ 6 നൂല് ഒന്നിച്ച് ആണ് ഒറ്റ നൂലായിട്ട് വരുന്നത്. നമുക്ക് വളരെ എളുപ്പമാണ് ഇതിൽ ചെയ്ത് പഠിക്കാൻ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.